Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So we are back with the next series exclusively for commerce. Before moving to that, let me discuss our motivational quote for today's. Motivational quote edana: no results, keep working. Bad results, keep working. Great results, keep working. Consistency is the key. എപ്പോഴും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു ദിവസം വർക്ക് ചെയ്തു, പിറ്റേ ദിവസം വർക്ക് ചെയ്തില്ല, ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് വേ. നിങ്ങളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കേരള സെറ്റിൻ്റെ പ്രിപ്പറേഷൻ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഒരു ഡേ പോലും സ്കിപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോടും ആ ഒരു പേപ്പറിനോടും നമുക്കൊരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു മോട്ടിവേഷണൽ കോട്ടിൽ പറയുന്ന പോലെ ഒരു റിസൾട്ടും ഇല്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് മോശമായ റിസൾട്ടാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈവൻ ദോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? കൺസിസ്റ്റൻസി ഇസ് ദ കീ. എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ അതാണ് നമ്മളുടെ മോട്ടിവേഷൻ. എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇത് നിങ്ങളുടെ മൈൻഡിൽ ഇത് സെക്യൂർ ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, സോ എന്നോട് കുറേ അധികം സ്റ്റുഡൻസായി മെയിൽ അയച്ചു പറയുന്നു, അതല്ലാതെയും എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്, മാഡം പ്ലീസ് കോൺസെൻട്രേറ്റ് മോർ ഓൺ കൊമേഴ്സ്, വി വാണ്ട് മോർ വീഡിയോസ് ഓൺ കൊമേഴ്സ് എന്നുള്ളത്. അതെല്ലാം ഞാൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വി ആർ ഹാവിങ് ആ സൂപ്പർ സീരീസ്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. ദാറ്റ്സ് വൈ വി ഹാവ് ക്രിയേറ്റഡ് ദിസ് സീരീസ്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ സെക്ഷൻസില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എക്സാമിനേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചിട്ട് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്ത് ആ ഫോക്കസ് ഏരിയാസ്, ആ ഹോട്ട്സ്പോട്ട് ഏരിയാസ് സീരീസ് ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട് ഏരിയാസ് ഇല്ലേ, അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്തു പോകും. സോ ഇപ്പോൾ ഞാൻ ഒരു ടോപ്പിക്ക് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. സോ യു പീപ്പിൾ ക്യാൻ ഓൾസോ റെഫർ ദാറ്റ് പെർട്ടിക്കുലർ പോർഷൻ. ഓക്കെ, എല്ലാ പോർഷൻസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കേസാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 50 to 100 പോയിൻറ്റ്സ് ആണ് ഓരോ ടോപ്പിക്സ് എന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് സെക്ഷനില്ലേ, നമ്മുടെ സിലബസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു സിലബസിൽ സെക്കൻഡ് സെക്ഷനിൽ ബിസിനസ് എൻവയൺമെൻറ്റ് പോളിസി MIS എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ തേർഡ് സബ് സെക്ഷനിൽ WTO, വേൾഡ് ബാങ്ക്, ഫോംസ് ഓഫ് ട്രേഡ് കോപ്പറേഷൻ, ആ ഒരു സെക്ഷനിൽ നിന്നാണ് ഞാനിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാവ് യുവർ പെൻ ആൻഡ് ബുക്ക് വിത്ത് യു ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദ പോയിൻറ്റ്സ് വിച്ച് ഇസ് വെരി റെലവൻറ്റ്. ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റ്സും എഴുതിയെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, 24th July 1991. ഓക്കെ, ഈ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സും ഷുവർ ഷോർട്ടായിട്ടുള്ള ടോപ്പിക്സാണ്, ഷുവർ ഷോർട്ടായിട്ടുള്ള ഏരിയാസാണ്. സോ ഇനി ഞാൻ പറയുന്ന ഓരോ സെക്ഷൻസിൽ നിന്ന് വേണം നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിൽ കൂടുതൽ സീക്ക് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 24th July 1991 ആണ്. അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിൻറ്റ്. ഇനി നെക്സ്റ്റ് പോയിൻറ്റും ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസീനെ ബേസ് ചെയ്തത് തന്നെയാണ്. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി സീക്സ് ടു ലിബറേറ്റ് ദ ഇൻഡസ്ട്രി ഫ്രം ദ ഷാക്കിൾസ് ഓഫ് licensing system, drastically reduce the role of public sector and encourage the foreign participation. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസീൻ്റെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക് സെക്ടറില്ലേ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അത് കുറച്ചിട്ട് ഫോറിൻ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മെയിൻ ഫോക്കസ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പബ്ലിക് സെക്ടേഴ്സ് ഇല്ലേ, നമ്മുടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് അത് റിഡ്യൂസ് ചെയ്തിട്ട് ഫോറിൻ പാർട്ടിസിപ്പേഷൻസിനെയൊക്കെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ,
സോ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ കീപ് എ ഐ ഓൺ ഇറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാലനോബിസ് മോഡൽ ഓഫ് ഗ്രോത്ത് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ്. ഈ പറഞ്ഞ മോഡൽ 1956 അതിൻ്റെ ഇയർ വന്നിട്ട്. ദിസ് മോഡൽ സജസ്റ്റ് ദാറ്റ് ദർ ഷുഡ് ബി എംഫസൈസ് ഓൺ ഹെവി ഇൻഡസ്ട്രീസ് വിച്ച് ലീഡ് ദ ഇന്ത്യൻ എക്കോണമി ടു ലോങ് ടേം ഹയർ ഗ്രോത്ത് പാത്ത്. സോ ഈ ഒരു മോഡൽ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എംഫസൈസ് ഓൺ ദ ഹെവി ഇൻഡസ്ട്രീസ്. ഏറ്റവും ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഇല്ലേ, ആ ഇൻഡസ്ട്രീസിനെ എംഫസൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ലീഡ് ദ ഇന്ത്യൻ എക്കോണമി ടു ദ ലോങ് ടേം ഹയർ ഗ്രോത്ത് പാത്ത്. ഈ ഹെവി ഇൻഡസ്ട്രീസിൻ്റെ സപ്പോർട്ടിലാണ് ഇന്ത്യൻ എക്കോണമിക്ക് നല്ല രീതിയിലുള്ള ഒരു ലോങ് ടേം ഹയർ ഗ്രോത്ത് പാത്ത് ഉണ്ടാവുന്നത്. സോ ഈ ഒരു സെക്ഷൻ ഓഫ് ഹെവി ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് മഹാലനോബിസ് മോഡൽ ഓഫ് ഗ്രോത്തിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഒരു 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സാണ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കോമ്പറ്റീഷൻ ആക്ട് വന്നിട്ട് 2002 ഫെമ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഓക്കെ, ഫെമയുടെ ഇയർ വന്നിട്ട് 1999 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2 ഇയർ ഉണ്ട്. 2019 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓൾഡസ്റ്റ് വൺ 1986 ദെൻ സെബി ആക്ട് 1992. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഡെവലപ്മെൻറ്റ് ഇൻ സ്പിയർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിൽ വന്ന ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് പോയിന്റ് ആട്ടോ. ഇത് ഫെമയിലാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എക്സിം പോളിസി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയാണ്. ഇതിൻ്റെ ഇയർ വന്നിട്ട് 2005-2006. ഓക്കെ, now next we are moving to the next point. Person ready to work but not finding any job. Okay, ഒരു പേഴ്സൺ ജോലി ചെയ്യാൻ ആൾ റെഡിയാണ്, പക്ഷേ ഒരു ജോലിയും അന്വേഷിച്ചിട്ട് കണ്ടു കിട്ടുന്നില്ല. സോ വിച്ച് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ്? ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഏരിയ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ ഞാൻ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് തന്നെയാണ്. കോൺട്രാക്റ്റ് ആക്ട് വരുന്നത് 1972, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നത് 1930, ഫെമ ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്തു 1999. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഗാട്ടാണ്, GATT. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം കേരള സെറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു പോയിന്റ് വരുന്നത് ഒൺലി ട്രേഡ് ഇൻ മെർക്കൻഡൈസ് ഗുഡ്സ്. ഗാട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഒൺലി ട്രേഡ് ഇൻ മെർക്കൻഡൈസ് ഗുഡ്സ്. ഈ ഗാട്ട് ട്രേഡ് ചെയ്യുന്നത് എന്തിലാണ്? മെർക്കൻഡൈസ് ഗുഡ്സിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ പോയിൻറ്റ്സ് ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും, യൂസ്ഫുള്ളായിരിക്കും. കാരണം ഈ പോയിൻറ്റ്സൊക്കെ ഏകദേശം ഇത് വെച്ച് സിമിലറായിട്ട് തന്നെയായിരിക്കും നിങ്ങളോട് ഇനി അപ്കമിങ് എക്സാമിന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡബിൾ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറയുന്നത്. ഓക്കെ.